VC നിയമനത്തിൽ ഗവർണർ സർക്കാർ സമവായം. സിസ തോമസിനെ KTU വൈസ് ചാൻസലറായി ഉത്തരവിറക്കി. ലോക് ഭവനാണ് ഉത്തരവിറക്കിയത്. ഗവർണറുടെ നോമിനിയാണ് സിസ തോമസ്. ഗവർണർ മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് നിർണായക തീരുമാനം. സജി ഗോപിനാഥനെ ഡിജിറ്റൽ സർവകലാശാല VC-ആയി നിയമിച്ച് ഉത്തരവിറക്കി. ഇരുവരുടെയും നിയമനം 4 വർഷത്തേക്കാണ്. കേരള ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കേരള ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിൽ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമുള്ള സമവായത്തിൽ എത്തുന്നതിൽ സർക്കാരും ഗവർണറും പരാജയപ്പെട്ടിരുന്നു. സുപ്രീം കോടതി നിയോഗിച്ച ജസ്റ്റിസ് സുധാംശു ധൂലി അധ്യക്ഷനായ സെർച്ച് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ അഭിപ്രായപ്രകാരമുള്ള മുൻഗണനാക്രമം നിശ്ചയിച്ച് ഗവർണർക്ക് കൈമാറണമെന്നായിരുന്നു സുപ്രീം കോടതി നിർദ്ദേശം. 2 ആഴ്ചയ്ക്കകം ചാൻസലർ കൂടിയായ ഗവർണർ തീരുമാനമെടുക്കണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. മുഖ്യമന്ത്രി നൽകിയ പേരുകളിൽ എന്തെങ്കിലും വിയോജിപ്പോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടെങ്കിൽ ചാൻസലർക്ക് അക്കാര്യം അറിയിക്കാമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഈ നിലയിൽ മുഖ്യമന്ത്രി മുൻഗണന നിശ്ചയിച്ച പേരുകൾ കൈമാറിയിട്ടും തീരുമാനമെടുക്കാൻ ഗവർണർ കാലതാമസം വരുത്തിയത് സുപ്രീം കോടതിയുടെ വിമർശനത്തിന് വഴിതെളിച്ചിരുന്നു. സ്ഥിരം VC-മാരുടെ നിയമനം സുപ്രീം കോടതി നേരിട്ട് നടത്തുമെന്നും പറഞ്ഞിരുന്നു. VC നിയമനത്തിനായി മുദ്രവെച്ച കവറിൽ ഓരോ പേജുകൾ വീതം നൽകാൻ സുപ്രീം കോടതി സുധാംശു ധൂലിയെ കമ്മിറ്റിയോട് നിർദ്ദേശിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നടത്തുകയും ഇരുവിഭാഗവും സമവായത്തിലെത്താൻ തീരുമാനിച്ചതും. അതേസമയം ഇതിൽ പ്രതികരണവുമായി കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തിയിരുന്നു. ഇതിപ്പം പാർലമെന്റ് സെഷൻ നടക്കുമ്പോൾ, ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് വീണ്ടും ഇതുണ്ടാക്കാൻ വേണ്ടി കള്ളക്കേസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെത്ര കള്ളക്കേസ് കൊടുത്താലും പേടിക്കുന്നവരാണോ ഞങ്ങളെല്ലാം? ഞാൻ ഫൈറ്റ് ഔട്ട് ചെയ്യും രാജ്യത്ത്. പക്ഷെ ഇതിനകത്തുള്ളൊരു വിജയം എന്ന് പറയുന്നത് ഈ കോടതി മുമ്പാക്കിയിട്ടുള്ള ഈ കേസിന്റെ വിധി പുറത്തു വന്നതോടുകൂടി ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അപമാനകരമാക്കുന്ന രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ പ്രചരണങ്ങളുടെ കള്ളി വെളിച്ചത്തായി എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ ഞാൻ അതിനൊക്കെ മറുപടി അറിയിക്കുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് യഥാർത്ഥ കാരണം കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണ് തോറ്റത് അത് കണ്ടുപിടിക്കാതെ പല പാട്ട് എഴുതിയ കുട്ടികളെയൊക്കെ കണ്ടുപിടിച്ചിട്ട് കേസെടുക്കാൻ മെനക്കെട്ടാൽ ഇതൊക്കെ പ്ലാൻ ചെയ്ത് ഇവരുടെ എല്ലാ ശ്രമങ്ങളും വീണ്ടും വീണ്ടും കുഴിയിലേക്ക് വീഴുന്ന രീതിയിലാണ്. അത്രേ അക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ. ഒരു പാട്ടിന്റെ കാര്യം കൊണ്ട് ഒരു പാട്ട് കൊണ്ടാണ് ഇലക്ഷൻ ജയിക്കുന്നത്. സോണിയാഗാന്ധിയെക്കുറിച്ച്, നരേന്ദ്രമോദിയെക്കുറിച്ച്, അല്ലെങ്കിൽ പിണറായി വിജയനെക്കുറിച്ച് എന്തെല്ലാം പാട്ടുകൾ ആരൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ആ രീതിയിൽ അതിനെ കാണുന്നതിന് പകരം അത് വേറെ രീതിയിൽ കാണുന്നതിനാണ്, അതിലും വർഗീയത കാണുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം നിങ്ങളിപ്പോൾ ഇന്നലെ കണ്ടതല്ലേ, അവരുടെ വിലയിരുത്തൽ തന്നെ കണ്ടാൽ മനസ്സിലാക്കുമല്ലോ. ഭരണ പരാജയമല്ല, ഭരണത്തിന്റെ മേന്മയാണ് ഇത്രയും സീറ്റ് UDF-ന് കിട്ടിയെന്ന് അവർ കണ്ടുപിടിച്ചിരിക്കല്ലേ സംസ്ഥാന കമ്മിറ്റി കൂടിയിട്ട്. അല്ല, അതിനകത്ത് അവർ തമ്മിൽ തർക്കിച്ച് തീർക്കട്ടെ. അത് എന്തായാലും ഞങ്ങൾക്ക് ഇതിനകത്ത് കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. ഞങ്ങളുടെ മീറ്റിംഗ് കൂടിയിട്ട് അത് തീരുമാനിക്കും. ആശ്ചര്യകരം എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സിസ തോമസിനെ VC-ആയിട്ട് വെച്ചപ്പോൾ നിങ്ങൾ കണ്ടതാണ് കേരള യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളെ ഭാവി പോലും അപകടത്തിലാക്കിക്കൊണ്ട് അവിടെ പരീക്ഷ പോലും നടത്താൻ പറ്റാത്ത സാഹചര്യമായിരുന്നു ദിവസങ്ങളോളം. ആ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ലാതെ സർക്കാർ സ്പോൺസേർഡ് സമരമാണ് SFI അടക്കമുള്ള CPM അടക്കമുള്ള ആളുകൾ നടത്തിയത്. അവരെ കയറാൻ വിട്ടില്ല. അവരെ യൂണിവേഴ്സിറ്റിയിലേക്ക് കയറാൻ വിടാത്ത കൊണ്ടുള്ള എന്തൊരു ആരോപണങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത്. അന്ന് മുഖ്യമന്ത്രി നേരിട്ട് നയിച്ച പോരാട്ടമായിരുന്നു സിസ തോമസിനെതിരായിട്ട്. അതുപോലെ മിസ്റ്റർ രജത് ഗോപിനാഥൻ അദ്ദേഹത്തെ വൈസ് ചാൻസലറാക്കിയതിനായിട്ട് ഗവർണർ അയച്ച കത്ത് മാധ്യമങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഗവർണറുടെ ഇപ്പോഴത്തെ ലോക് ഭവന, നേരത്തെ രാജ്ഭവനായിരുന്നു, അവിടുന്ന് കൊടുത്തയച്ച നോട്ട് മാധ്യമങ്ങളുടെ മുന്നിലുണ്ടല്ലോ. ഇദ്ദേഹത്തിനെതിരായിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ വൈസ് ചാൻസലറാക്കാൻ പറ്റാത്തതെന്ന് കാരണങ്ങൾ നിരത്തിക്കൊണ്ട്, അദ്ദേഹത്തിന്റെ കുറ്റങ്ങൾ നിരത്തിക്കൊണ്ട് ഗവർണർ കൊടുത്ത ഈ 2 കാരണങ്ങൾ ഇപ്പം പെട്ടെന്ന് അപ്രത്യക്ഷമായോ? ഗവർണർ സാങ്കേതിക സർവകലാശാലയും ഡിജിറ്റൽ സർവകലാശാലയും വൈസ് ചാൻസലർമാർക്ക് എതിരായിട്ട് മുഖ്യമന്ത്രിയും ഗവർണറും കൊടുത്ത പരാതികൾ, ആരോപണങ്ങൾ എന്തുകൊണ്ട് ഇത് ആവിയായിപ്പോയി? അതൊക്കെ ആവിയായിപ്പോയി. പെട്ടെന്ന് 19-ാം തീയതി സുപ്രീം കോടതി ഫൈനലായിട്ട് തീരുമാനിക്കാൻ വരുന്ന മുമ്പേ പെട്ടെന്ന് ഒന്നിച്ചിരുന്ന് ആവിയായിപ്പോയി. അന്തർധാരയുടെ ഭാഗം തന്നെയല്ലേ ഇതും? മോളിന്ന് ഡയറക്ഷൻ കിട്ടിയിട്ടുണ്ടാവുമല്ലേ ഇത് തീർക്കാൻ? ഇതെങ്ങനെയും തീർക്കാൻ സുപ്രീം കോടതി മുമ്പിൽ വീണ്ടും പോകുന്നതിന് മുമ്പേ ഇത് ക്ലിയർ അല്ലേ? ഇത് ക്ലിയറാണ് അന്തർധാര. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് ഒറ്റ കാര്യമുള്ളൂ, ജനങ്ങളെ അവർ വിഡ്ഢികളാക്കുകയാണ്. കാരണം ഇതിനകത്ത് വേറൊരു പോയിന്റ് ഉള്ളത്, ഗവർണറെ പോലുള്ള ഒരാൾ, ആക്ഷേപം ഉന്നയിക്കുന്ന ഒരാളെ
അതും കൃത്യമായിട്ട് പരാതി പറഞ്ഞ ആക്ഷേപം ഉന്നയിക്കുന്ന ആളെ വീണ്ടും നിയമിക്കാൻ ഗവർണർ കൂട്ടുനിൽക്കുകയാണ് ഭരണഘടനാ തലവൻ. മുഖ്യമന്ത്രി അതുപോലെ തന്നെ